നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. 2025 തുടക്കം, ഗോപൻ സ്വാമിയുടെ സമാധി. അന്നു മുതൽ ഇന്ന് മാർച്ച് മാസം വരെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രം പറയേണ്ടുന്ന കാര്യങ്ങളാണ്. ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ, ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുക പോലും ചെയ്യാതെ ഉറ്റവരെയും ഉടയവരെയും പിച്ചു ചീന്തുന്ന, കൊന്നുതള്ളുന്ന കാഴ്ചകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കേരളത്തിന്റെ പോക്കിത് എങ്ങോട്ട് എന്ന് ആവർത്തിച്ചു ചോദിക്കുന്ന സാഹചര്യം തന്നെയാണ്. വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് കേരളത്തിൽ യുവാക്കളുടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് കാരണമായി മാറുന്നതെന്ന് പലരും പറയുന്നു. അങ്ങനെ പറയുമ്പോഴും ലഹരി മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമായി മാറുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ മാസം വെഞ്ഞാറമൂട് ഒരു കൂട്ടക്കൊലപാതക കേസ് നടക്കുന്നത്. ഒരു നാടിനെ ഒന്നടങ്കം നിശ്ചലമാക്കുന്ന തരത്തിലായിരുന്നു വെഞ്ഞാറമൂട് നടന്ന കൂട്ടക്കൊലപാതക പരമ്പര. സ്വന്തം ഉമ്മയെയും സഹോദരനെയും ഉൾപ്പെടെ തന്റെ ജീവിതത്തിൽ വളർച്ചയ്ക്ക് വേണ്ടി തന്റെ കൂടെ നിന്ന 6 പേരെ തലക്കടിച്ചു വീഴ്ത്തി കൊന്ന് കൊലവിളിച്ച കൊലപാതക പരമ്പരയായിരുന്നു അത്. ഈ കൊലപാതകത്തിൽ എവിടെയും ഒരു ലഹരിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. കൊലപാതകത്തിനിടെ ചെറിയ രീതിയിൽ പ്രതിയായിട്ടുള്ള അഫാൻ മദ്യപിച്ചു എന്നതൊഴിച്ചാൽ പ്രതി മറ്റൊരു ലഹരിക്കും അടിമയായിരുന്നില്ല. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന് തെളിവുമില്ല. പച്ചയായ മനസ്സോടെ തന്നെയാണ് അവൻ ഓരോരുത്തരെയും കൊന്നു തള്ളിയത് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. തലയോട്ടി പിളർന്ന് ചോര വാർന്ന് ഓരോരുത്തരും മരിച്ച സാഹചര്യം വ്യക്തമാക്കുമ്പോൾ പോലും അവന്റെ ശബ്ദത്തിലൊരു ഇടർച്ച പോലും ഉണ്ടായിരുന്നില്ല എന്നത് ഈ ആളുകൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ എടുക്കുന്നത് എന്നത് ഭീകരമായി തന്നെ വെളിവാക്കുന്നുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സംഭവത്തിൽ എല്ലാത്തിനും കാരണക്കാരനായ എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്ന പ്രതി അഫാൻ വാ തുറഞ്ഞ് മറ്റൊരു കാര്യങ്ങൾ കൂടെ പറയുന്നത്. അതായത് അഫാന്റെ അമ്മ ഷെമി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. രണ്ട് കൂട്ടർക്കും സേഫായി നിൽക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നടന്നത് 5 അതിക്രൂര കൊലപാതകമാണ് എന്ന യാതൊരു തിരിച്ചറിവും ഉണ്ടാകാത്ത രീതിയിലാണ് ഇപ്പോഴും പ്രതി അഫാൻ പ്രതികരണം നടത്തുന്നത്. ഷെമിയുടെ പ്രതികരണവും അതേ തരത്തിൽ തന്നെ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ 3ാം ഘട്ട തെളിവെടുപ്പിന് കഴിഞ്ഞ ദിവസം അഫാനെ സംഭവ സ്ഥലത്ത് എത്തിച്ചപ്പോൾ ഒരു പ്രതികരണം നടത്തി. എനിക്ക് മരിക്കാൻ പേടിയായിരുന്നു സാറേ. അതാ ആദ്യം ഉമ്മയെയും സഹോദരനെയും കൊല്ലാൻ തീരുമാനിച്ചത്, കൊന്നത്. കൂട്ടാത്മഹത്യയായിരുന്നു തങ്ങൾ ആദ്യം കരുതി വെച്ചത്. പക്ഷേ പേടിയായിരുന്നു, അതാ കാര്യങ്ങൾ മാറ്റിമറിച്ചതെന്ന് അഫാൻ പറയുന്നു. അഫാൻ പറയുന്നത് പോലെ പേടിയായിരുന്നു കാരണമെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടക്കാൻ മറ്റ് മാർഗങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തി കുടുംബം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ബാക്കിയുള്ളവരെ അതിക്രൂരമായി കൊന്നത് എന്നത് ഒരു വലിയ ചോദ്യമാണ്. ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വീട്ടുകാരറിഞ്ഞാൽ പ്രശ്നമുണ്ടാകുമെന്ന് വ്യക്തമായിട്ട് പോലും, അത് കൃത്യമായി അറിഞ്ഞിട്ട് പോലും തന്റെ കഴുത്തിൽ കിടന്ന മാല അവന് ഊരിക്കൊടുത്ത് നൽകിയവളാണ് ഫർസാന. ഉപ്പയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയെ ചില സഹായങ്ങളൊക്കെ നൽകി ഉമ്മുമ്മയും പിതൃ സഹോദരനും ഭാര്യയും ഒക്കെ ഇവർക്കൊപ്പം തന്നെ നിന്നിരുന്നു. ഇവരെയൊക്കെ അഫാൻ കൊന്നു. ഇനി ഇതൊന്നും പോരാതെ മറ്റു ബന്ധുക്കളെ കൊല്ലാനുള്ള പ്ലാനും അഫാൻ നടത്തിയിരുന്നു. ഇതൊന്നും സ്വയം മരിക്കാൻ പേടിയുള്ള ഒരാൾ ചെയ്യേണ്ടുന്ന ഒന്നായിരുന്നില്ലല്ലോ എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്ന ചോദ്യം. അപ്പോ അവൻ, അതായത് അഫാന് പേടിയായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല എന്ന് വ്യക്തമാകുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഞാൻ രക്ഷപ്പെട്ടില്ല എങ്കിൽ തനിക്ക് ചുറ്റുമുള്ള മറ്റാരും തന്നെ രക്ഷപ്പെടേണ്ട എന്നുള്ള ഒരു തരം മനോഭാവത്തിലാണ് അഫാൻ ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എന്നത് തന്നെയാണ്. ഇനി അഫാന്റെ ഉമ്മയുടെ മൊഴി. സ്വന്തം കുഞ്ഞിനെ തന്റെ മൂത്ത മകൻ തല്ലിക്കൊന്നത് അറിയുന്നതിന് മുമ്പ് പറഞ്ഞത് കട്ടിലിൽ വീണു എന്ന് തന്നെയാണ്. ആ കട്ടിലിൽ നിന്ന് വീണു എന്ന നാടകം തന്നെ പലതവണ ഈ ഷെമി ആവർത്തിക്കുന്നു. ഷെമിയുടെ ആരോഗ്യം തൃപ്തികരമായി വരുന്നതേ ഉള്ളൂ എന്നതുകൊണ്ട് പോലീസ് ഉൾപ്പെടെയുള്ളവർ വല്ലാതെ കാര്യങ്ങളൊന്നും അവരോട് ചോദിക്കുന്നില്ല. അത് ഇവർ മുതലെടുക്കുന്നുമുണ്ട്. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം താൻ കട്ടിലിൽ നിന്ന് വീണു എന്ന് മാത്രം ആവർത്തിച്ച് പറയുകയാണ് ഷെമി. തനിക്ക് ഒന്നും പറയാനില്ല, ഒന്നും ഓർമ്മയില്ല, ഓർമ്മയുള്ള കാര്യങ്ങൾ താൻ പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ ഷെമി പറയുന്നു. കട്ടിലിൽ നിന്ന് വീണതാ താൻ എന്നത് പലതവണ ഷെമി ആവർത്തിച്ചു കഴിഞ്ഞു. അത് മാത്രമേ തനിക്ക് ഓർമ്മയുള്ളൂ എന്നും പറയുന്നു. പക്ഷേ ഇത് കേൾക്കുമ്പോൾ അക്കാര്യങ്ങൾ അതുപോലെ വിശ്വസിക്കാൻ പോലീസിനും ജനങ്ങൾക്കും മടിയുണ്ട്. കാരണം അപകടം സംഭവിക്കുന്നതിന് മുമ്പ് ഷെമി തന്റെ കുഞ്ഞിനെ സ്കൂളിലേക്ക് അയച്ചതടക്കം ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഷെമിക്ക് സാധിച്ചിട്ടുണ്ട്. അപകടശേഷം കൊലപാതക വിവരങ്ങളെല്ലാം ഷെമിയോട് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അക്കാര്യങ്ങളും ഷെമി ഓർത്തെടുക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതും ഓർത്തെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഷെമിയുടെ ആരോഗ്യനില. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അഫാൻ കാരണമാണ് താൻ വീണതെന്നും തന്നെ ആക്രമിച്ചത് അഫാനാണ് എന്നും പറയാൻ ഷെമി മടിക്കുന്നത് എന്നതാണ് വലിയൊരു ചോദ്യം. അപ്പോൾ ഇത് ഓർമ്മശക്തി പോയതല്ല, അല്ലെങ്കിൽ അത് ഷെമി മനഃപൂർവ്വം മറച്ചു വെക്കുന്നതാണ് എന്ന് തന്നെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും.
അടികിട്ടിയ ആഘാതത്തിൽ ഷെമി മറന്നു എന്ന് പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുമ്പോഴും ഷെമിയുടെ സംസാരം അത് മകനെ രക്ഷപ്പെടുത്തുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം ഷെമി മുഖ്യധാരാ മാധ്യമമായിട്ടുള്ള 24-നോട് പ്രതികരിക്കുന്ന ഒരു വീഡിയോ കണ്ടു. ആ പ്രതികരണത്തിൽ പറയുന്നത്, ഇളയ മകനോ പോയി, ഇനി ആകെയുള്ളത് അഫാനാണ്, അവനാണ് ഏക പ്രതീക്ഷ, അവൻ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കിത്തരണം സാറേ എന്നാണ് ഈ ഷെമി പറയുന്നത്. അതായത് അഫാന് വേണ്ടിയാണ് ഇപ്പോഴും ഷെമി നിൽക്കുന്നത്. തൻ്റെ ഇളയ മകനെ കൊന്ന തൻ്റെ ബന്ധുക്കളെ ഒക്കെ കൊന്നു തീർത്ത അഫാന് വേണ്ടി ഇപ്പോഴും ഷെമി വെമ്പുകയാണ്. അതേസമയം ഇന്ന് ഇപ്പോൾ ഷെമി അഫാനെതിരെ മൊഴി നൽകിയിരിക്കുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ മറവിയായിരുന്നില്ല ഷെമിയുടെ ഈ കാര്യങ്ങളൊന്നും തുറന്നു പറയാനുള്ള പ്രശ്നം എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെതിരെ ആദ്യമായൊരു മൊഴി ഷെമി ഇപ്പോൾ നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. അഫാൻ ആക്രമിച്ചതാണെന്ന് ഷെമി കിളിമാനൂർ SHOയ്ക്ക് മൊഴി നൽകിയിരിക്കുകയാണ്. ഭർത്താവ് അറിയാതെ 35 ലക്ഷത്തിന്റെ കടമുണ്ടായിട്ടുണ്ട് എന്നാണ് ഷെമിയുടെ പ്രധാനപ്പെട്ട മൊഴി. സംഭവ ദിവസം 50,000 രൂപ തിരികെ നൽകണം എന്നതായിരുന്നു പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായതെന്നും ഷെമി സൂചന നൽകുന്നുണ്ട്. പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു അത്രേ. ഇത് മകന് സഹിച്ചില്ല എന്നാണ് ഷെമി മൊഴി നൽകുന്നത്. തിരികെ വീട്ടിലെത്തിയപ്പോൾ അഫാൻ ആദ്യം കഴുത്ത് ഞെരിച്ച് ചുമരിൽ തന്നെ ഇടിക്കുകയായിരുന്നെന്ന് ഷെമി പറഞ്ഞു. ഇതോടെ ബോധം നഷ്ടമാകുകയും പിന്നെ ബോധം വന്നപ്പോൾ അഫാൻ ചുറ്റിക കൊണ്ട് തലയ്ക്കെടുക്കുകയും ചെയ്തു എന്നും മക്കളുമൊത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതായിരുന്നെന്നും ഇതിനായി യൂട്യൂബിൽ ഇളയ മകനെ പലതും ഗൂഗിൾ സെർച്ച് ചെയ്യിപ്പിച്ചിരുന്നു എന്നുമാണ് ഷെമി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് അഫാനെ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. പാങ്ങോട്, വെഞ്ഞാറമൂട് സ്റ്റേഷനുകളിലാണ് കൂട്ടക്കൊലപാതക കേസുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സഹോദരൻ അഫ്സാന്റെയും പെൺസുഹൃത്ത് ഫർസാനയുടെയും കൊലപാതകങ്ങളിലെ തെളിവെടുപ്പാണ് നടത്തി കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 9:30 പ്രതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യ കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. പണം കടം നൽകിയവരുടെ ഭീഷണി സംബന്ധിച്ചുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ്. അഫാനുമായി അനധികൃത പണമിടപാട് നടത്തിയവർക്കെതിരെ കേസെടുക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട് എന്നാണ് വിവരം. പേരുമലയിൽ അനുജൻ അഫ്സാനെയും അതുപോലെ തന്നെ പെൺസുഹൃത്ത് ഫർസാനയെയും കൊലപ്പെടുത്തിയതും മാതാവ് ഷെമിയെ ആക്രമിച്ച കേസിന്റെ അന്വേഷണത്തിലുമൊക്കെ ഇപ്പോൾ അഫ്സാൻ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ തനിക്ക് പേടിയായതുകൊണ്ടാണ്, മരണത്തിന് പേടിയായതുകൊണ്ടാണ് താൻ ഈ ആക്രമണങ്ങളൊക്കെ നടത്തിയതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെളിവെടുപ്പിനിടെ യാതൊരു കൂസലുമില്ലാതെയാണ് അഫാൻ താൻ ചെയ്ത ക്രൂരതകൾ പോലീസിനോട് വീണ്ടും വിവരിക്കുന്നത്. 80,000 രൂപ ലത്തീഫിൽ നിന്ന് കടം വാങ്ങിയിരുന്നുവെന്നും പണം തിരികെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചുവെന്നും പിതാവിന്റെ ഉമ്മയുടെ സ്വർണം വാങ്ങുന്നതിനും തടസ്സം നിന്നത് ലത്തീഫാണെന്നും ഇതൊക്കെയാണ് ലത്തീഫിനെ വകയവരുത്താൻ കാരണമായിരിക്കുന്നതെന്നൊക്കെ അഫാൻ ആവർത്തിച്ച് പറയുകയാണ്. എന്തായാലും കേസ് അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 കേസുകളായിട്ടാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് അന്വേഷിച്ചു വരുന്നത്. കേസിൽ പ്രതി അഫാനുമായുള്ള 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. സഹോദരൻ അഫ്സാന്റെയും പെൺസുഹൃത്ത് ഫർസാനയുടെയും കൊലപാതകങ്ങളിൽ പേരുമലയിലെ വീടടക്കം 7 ഇടങ്ങളിൽ തെളിവെടുപ്പ് നടത്തിക്കഴിഞ്ഞിരിക്കുന്നത്. കൊലപാതക രീതികൾ അഫാൻ പോലീസിനോട് വിശദീകരിച്ചു നൽകിയിട്ടുണ്ടെങ്കിലും സംഭവത്തിൽ ഇനിയും പുറത്തു വരാനുള്ള ഒരുപാട് വിവരങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ഒരുപാട് പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരാൻ ഉള്ളത് എന്ന് തന്നെയാണ് സൂചന. കാരണം ഷെമിയും അഫാനും തമ്മിലുള്ള ബന്ധം അവർക്ക് മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങൾ അവർ ഇരുവരും മനഃപൂർവ്വം ഒളിപ്പിച്ചു വെക്കുന്ന മറ്റ് പല ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇനി പുറത്തു വരാനിരിക്കുന്നത്. ഇതിനിടെ ഇരുവരും തമ്മിൽ മറച്ചുവെക്കുന്ന കാര്യങ്ങൾ അത് ഗൗരവമുള്ളതാണ് എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നുണ്ട്. ഇതിൽ ഇരുവരും ഏതെങ്കിലും നിരോധിത സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ചയായി പ്രധാനമായും വരുന്നത്. എന്തായാലും തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ അത് ലഹരി മാഫിയ സംഘങ്ങളുടെ മാത്രം പ്രവർത്തനമായി മാറാൻ സാധിക്കില്ല. അത് ഇത്തരത്തിൽ പൂർണ്ണ ബോധ്യത്തോടുകൂടെ മറ്റ് അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളും അക്രമ പരമ്പരകളും ഒക്കെ അരങ്ങേറുന്നുണ്ട് എന്ന് തന്നെയാണ് അഫാൻ കേസുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഉള്ളത് കണ്ടറിഞ്ഞ് ജീവിക്കാനാകാത്ത ഒരുതരം തലമുറ ഉടലെടുത്തു കഴിഞ്ഞു എന്നതടക്കമാണ് ഇപ്പോൾ ഈ ഒരു കേസ് തെളിയിക്കുന്നത്. ഇനി മറ്റു ഗുരുതരമായിട്ടുള്ള സംഭവങ്ങൾ, ഗുരുതരമായിട്ടുള്ള വിവരങ്ങൾ ഈ കേസിന് പുറകിലുണ്ടോ എന്നത് അന്വേഷണ സംഘം ഉടൻ തന്നെ പുറത്തുവിടും എന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഉമ്മയും മകനും പറയുന്ന മൊഴി അത് പോലീസിന് പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം തന്നെയാണ്. ഒരുപാട് ദുരൂഹതകളാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിന് പിറകിലുള്ളത്.